കാനഡയിലെ വേറൊരു പ്രോവിൻസിൽ താമസിക്കുന്ന കസിൻ സിസ്റ്റർ വിളിച്ചിരുന്നു. അവളുടെ കുട്ടിക്കൊരു 3-4 വയസ്സുണ്ട്. അവന് ഫ്ലൂ വൈറസ് പിടിച്ചിരിക്കുകയായിരുന്നു. നല്ല പനിയുണ്ട്, പനി വിട്ടുമാറുന്നതേയില്ല. അതിൻ്റെ കൂടെ ഒരു പുതിയ ലക്ഷണം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. സ്കിന്നിന് പുറത്ത് ചെറിയ തരുതരാന്നുള്ള കുരുക്കൾ വന്നിട്ടുണ്ട്. നമ്മൾ ഒരു സാൻഡ് പേപ്പറിൽ എങ്ങനെ ആണോ വിരൽ ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത് അതുപോലെയാണ് ഫീൽ ചെയ്യുന്നത്. ചില കുട്ടികളിൽ ഇത് ബ്ലിസ്റ്റേഴ്സ് ആയിട്ടും കാണാറുണ്ട്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലൂ വൈറസ് ബാധിച്ച് നമ്മുടെ ഇമ്മ്യൂണിറ്റി വളരെ കുറഞ്ഞിരിക്കുന്ന സമയത്ത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൂടി വന്നിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ തൊണ്ടയിൽ, നമ്മുടെ സ്കിന്നിൻ്റെ പുറത്തൊക്കെ സാധാരണയായിട്ട് കാണുന്ന ഉപദ്രവമില്ലാത്ത ഒരുതരം ബാക്ടീരിയയാണ് ഗ്യാസ് ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്നത്. അത് ഒരു 120 ടൈപ്പ് ഉണ്ട്. നമുക്ക് ഫ്ലൂ വൈറസ് ബാധിച്ച് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഇവർ വളരെ ഉപദ്രവകാരികളായിട്ട് മാറും. ഫ്ലൂ പിടിക്കുന്ന സമയത്ത് നമുക്ക് സോർ ത്രോട്ട് അഥവാ ഫെരിഞ്ചൈറ്റിസ് ആണ് ഉള്ളത്. ഇത് ഈ സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയ ഉപദ്രവകാരികളായി ഇൻഫെക്ഷസ് ആയിട്ട് മാറുമ്പോൾ ഈ സോർ ത്രോട്ട് എന്നുള്ളത് സ്ട്രെപ്പ് ത്രോട്ട് ആയി മാറും. ഇത് ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. പ്രത്യേകിച്ചും നമുക്ക് ഹൈ ഡോസ് ആൻറ്റിബയോട്ടിക് ഡോക്ടറിൻ്റെ കുറിപ്പടി അനുസരിച്ച് ഒരു 10 ദിവസത്തോളം കഴിക്കേണ്ടി വരും.